പരസ്യത്തിൽ വളരെ ഉഷാറാണ്. നല്ല വെള്ളക്കുപ്പായമുണ്ട്, വെള്ളത്തലപ്പാവുണ്ട്, നല്ല തടിയുണ്ട്, ആളുകളെ മുന്നിലൊക്കെ നല്ല സംസാരമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു കുഴപ്പവുമില്ല. ബാഹ്യമായി വളരെ ഉഷാറാണ്. ആന്തരികമായിട്ടോ സുബ്ഹാനല്ലാഹ്, ആരുമില്ലെങ്കിൽ സുബ്ഹി ഖളാക്കുന്നതിന് മടി തോന്നൂല. ആരും കാണാനില്ലെങ്കിൽ സുന്നത്ത് നിസ്കരിക്കൂല. ഉസ്താദില്ലെങ്കിൽ ഹദാദ് ചൊല്ലൂല. ഉസ്താദില്ലെങ്കിൽ വിറുദുൽ ലതീഫില്ല. ഉസ്താദ് കാണുന്നില്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് നേരത്തെ തന്നെ പോകൂല. ഉസ്താദ് കാണുന്നില്ലെങ്കിൽ പ്രവർത്തനത്തിലൊന്നും മുന്നിലില്ല, അല്ലെങ്കിലോ വളരെ മുന്നിലാണ്. അങ്ങനെയില്ലേ ചിലര്? അലിമീങ്ങളെ മുന്നിലെത്തുമ്പോ വളരെ ഉഷാറാണ്. സുബ്ഹാനല്ലാഹ്, സ്വന്തം തൊഴിലാളികളോട് വളരെ മോശമായ പെരുമാറ്റമാണ്. സംഭാവന ധാരാളം കൊടുക്കും, പക്ഷേ കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കൂല. അതുപോലെ തന്നെ സ്വന്തം ഭാര്യയെ സംരക്ഷിക്കൂല, ഭാര്യയോട് നല്ല സ്വഭാവത്തിൽ പെരുമാറൂല, മക്കളോട് കാരുണ്യം കാണിക്കൂല, കുടുംബ ബന്ധം ചേർക്കൂല, അയൽവാസികളോട് നല്ല നിലക്ക് പെരുമാറൂല. അതേസമയത്ത് ആലിമീങ്ങളെ മുമ്പിലൊക്കെ വളരെ ജോറാണ്. അല്ലെങ്കിലോ ഒരു ആലിമാണ്, പ്രസംഗം വളരെ ഉഷാറാണ്, പ്രവർത്തനം വളരെ മോശമാണ്, രഹസ്യം വളരെ മോശമാണ്. പലപ്പോഴും ഹറാമിലേക്ക് നോക്കുകയാണ്. പലപ്പോഴും അതാ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കയ്യും പിടിച്ച് നടക്കുകയാണ്. ഇങ്ങനെയില്ലേ? അങ്ങനെ വന്നാൽ അവന്റെ ഈ ബാഹ്യവശം കൊണ്ട്, അവന്റെ പ്രസംഗം കൊണ്ട് ഒരു ഫലവും ചെയ്യൂല. يخرج في آخر الزمان أقوام لاجتناب الدنيا. ഒരു വിഭാഗം ഈ ആഖിർ സമാനിൽ പുറപ്പെടും. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവര് ദുനിയാവ് വശത്താക്കാനുള്ള പരിശ്രമത്തിലാണ്. അത്തരം ആളുകളുടെ സ്വഭാവം എന്താണ്? യകുലൂന ദുനിയാ ബിദ്ദീൻ, ദീന് കൊടുത്ത് ദുനിയാവ് വാങ്ങുകയാണ്. അവരെ സംബന്ധിച്ച് പറഞ്ഞു, ഫയൽബസൂന ലിബാസ ജുലൂദിൽ ലൈനി, അതേ നല്ല മാനിന്റെയോ ആട്ടിന്റെയോ തോലാണ്. അതേ സമയത്ത് അൽസിനത്തുഹും അഹ്ലാ മിന സുക്കരി, നാവ് നല്ല മധുരമുള്ള നാവാണ്. വഖുലൂബുഹും ഖുലൂബുദ് ദിആബ്, ഹൃദയം ചെന്നായന്റെ ഹൃദയം പോലെയാണ്. അല്ലാഹ് ചോദിക്കുന്നു, അബീ തഗ്തറൂൽ, എന്നെ കൊണ്ടാണോ നിങ്ങൾ ചതിയിൽപ്പെടുന്നത്? അം അലയ്യ തജ്തരിഊൻ, എന്റെ മുൻപിലാണോ നിങ്ങൾ ഈ ധൈര്യം കാണിക്കുന്നത്? എനിക്ക് നിങ്ങളെ രഹസ്യമറിയൂലേ? നിങ്ങളെ പരസ്യമറിയൂലേ? അതുകൊണ്ട് രഹസ്യം നന്നാകാതെ പരസ്യം മാത്രം നന്നായിട്ട് കാര്യമില്ല. രഹസ്യവും നന്നാകണം, പരസ്യവും നന്നാകണം. വെറും രഹസ്യം നന്നായതുകൊണ്ട് കാര്യം കിട്ടൂല, പരസ്യം നന്നായതുകൊണ്ട് കാര്യം കിട്ടൂല. അധ്വാനം കുറെ ഉണ്ട്, പക്ഷേ പടച്ചവന്റെ പൊരുത്തൻ ലക്ഷ്യമില്ല, അതുകൊണ്ടും കാര്യം കിട്ടൂല. നമുക്ക് ഉപകാരപ്രദമാകണം, നമ്മുടെ ചിന്തകൾ ഉപകാരപ്രദമാകണം, നമ്മുടെ പ്രവർത്തനങ്ങൾ ഉപകാരപ്രദമാകണം. അതിന് ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണം. മുൽതഫിത്തുല്ലായസിൽ, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് അല്ലാഹുവിന്റെ പൊരുത്തൻ ലക്ഷ്യം വെച്ച് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളിലും മുന്നിലുണ്ടാകണം. 5 വക്ത് കൃത്യമായി തന്നെ നിസ്കരിക്കണം. ആ നിസ്കാരം ഖളാക്കിയാൽ വളരെ വലിയ അപകടമാണ്. ഖബറിൽ മനുഷ്യന് രക്ഷ കിട്ടണോ? അതിന് അതാ 4 കാര്യം വേണം. ഖബറാണല്ലോ നമുക്ക് ആദ്യമായി തന്നെ പോയി ചെല്ലാനുള്ള സ്ഥലം. ആ 4 എണ്ണം എന്താണ്? ഫമുഹാഫദത്തുസ്സലാ, നിസ്കാരം കൃത്യമായി മുറക്ക് നിർവഹിക്കണം. രണ്ടാമത് വസ്സദഖ, നന്നായി കയ്യയച്ച് ധർമ്മം ചെയ്യണം. മൂന്നാമത് വഖിറാത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം വേണം. നാലാമത് വകസറത്തു തസ്ബീഹ്, തസ്ബീഹ് വർദ്ധിപ്പിക്കണം. 4 കാര്യം നമുക്ക് പാടില്ല. അതുണ്ടായാൽ ഖബറിൽ അപകടമാണ്. ആ 4 കാര്യം എന്താണ്? ഫൽകദിബു, ഒന്ന് കള്ളം പറയലാണ്, കള്ളം പറയാൻ പാടില്ല. വൽ ഖിയാന, മറ്റൊന്ന് ചതിയാണ്, ആരെയും ചതിക്കാൻ പാടില്ല.
വന്നമീമ മൂന്നാമത്തത് ഏഷണി പറഞ്ഞ് ജനങ്ങളെ തെറ്റിക്കലാണ്. വൽ ബൗൽ നാലാമത്തത് മൂത്രമൊഴിച്ചാൽ നന്നായി ശുദ്ധിയാകണം. ഈ 4 കാര്യം ഒഴിവാക്കണം. നേരത്തെ പറഞ്ഞ 4 കാര്യം ജീവിതത്തിൽ പകർത്തണം. ഖബറിൽ രക്ഷപ്പെടണമെങ്കിൽ അബുൽ ലൈഥ് സമർഖന്ദി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ്.